ഹരി ഓം. 29ാമത്തെ ശ്ലോകമാണ് കാണുന്നത്. ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധന ചതുഷ്ടയത്തെക്കുറിച്ചാണ്. സാധകന് ഉണ്ടാവേണ്ട യോഗ്യതകളെക്കുറിച്ചാണ്. ഈ യോഗ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ആധ്യാത്മിക ജീവിതത്തിൽ, ആത്മീയമായ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുള്ളൂ. അപ്പം എന്തിനാ അത് ഇങ്ങനെ പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുക, ദൂരേക്ക് പോവുക, അവിടുന്ന് മൂകാംബിക്ക് പോകാന്നിരിക്കുക. ഇടയ്ക്ക് വണ്ടി നിന്നു, എന്നൊക്കെ ശബ്ദങ്ങൾ കേട്ടു, അവസാനം നിന്നു. അപ്പം നല്ലൊരു പരിചയമുള്ള എക്സ്പെർട്ട് ഡ്രൈവറാണ് എന്ത് ചെയ്യും, ഉടനെ അതിൻ്റെ ബോണറ്റ് തുറന്ന് അയാൾക്കറിയാം അവിടെ ഇവിടെയൊക്കെ അയാൾ നോക്കും, അത് ശരിയാക്കി വണ്ടി യാത്ര ചെയ്യാം അല്ലേ. നേരെ മറിച്ച് അതിനെക്കുറിച്ച് ഒരു പരിചയമില്ലാത്ത ഒരാളാണ് ആ വണ്ടി ഓടിക്കണമെങ്കിലോ, വണ്ടി നിന്ന് കഴിഞ്ഞാൽ ആൾക്കറിയില്ല, ഇനി വർക്ക്ഷോപ്പുകാരൻ വരേണ്ടി വരും. ശരിയല്ലേ? ഇതുപോലെയാണ് നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ശാശ്വതമായ ശാന്തിയാണ്. മനസ്സ് ഭഗവാനിൽ ചേർന്ന് നിൽക്കലാണ് അതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം. അപ്പോൾ മാത്രമേ ശാശ്വത ശാന്തി കിട്ടുള്ളൂ. അപ്പം ആത്മനിഷ്ഠയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന സാധകന് അത് ലഭിക്കുന്നില്ല എങ്കിൽ ഈ വണ്ടിയുടെ ബോണറ്റ് തുറന്ന് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യണമായി തൻ്റെ ഉള്ളിലേക്ക് നോക്കി എവിടെയാണ് തനിക്ക് പോരായ്മകളുള്ളത്, എന്തിൻ്റെയാണ് ഡെഫിഷ്യൻസി, കുറവ് എനിക്കുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ വളർത്തണം. അതാണ് ഇവിടുത്തെ പോയിന്റ്. അപ്പം അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാം? അത് ഓരോ സാധകന്മാർക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഉദ്ധരേത് ആത്മാനെന്ന് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞത്. ഗുരുവിന് എന്ത് ചെയ്യാൻ പറ്റും? ഗുരുവിന് വഴി കാണിച്ചു തരാൻ പറ്റും. വഴിയിലൂടെ നടന്നു പോകേണ്ടത് ആരാ? അത് ശിഷ്യൻ സ്വയം ചെയ്യേണ്ടതാണ്. അപ്പം അവനവൻ തന്നെ അവനവനെ ഉദ്ധരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ഈ ഉദ്ധരിക്കൽ ഇൻ ടേംസ് ഓഫ് ഡെവലപ്പിംഗ് ദീസ് ക്വാളിഫിക്കേഷൻസ് ആണ്. അപ്പോൾ വിവേകം, വൈരാഗ്യം, ക്ഷമാദി 6 ഗുണങ്ങൾ, മുമുക്ഷുത്വം, ഇത് 6 ഈ 4 ഗുണങ്ങളെയാണ് സാധന ചതുഷ്ടയം എന്ന് പറഞ്ഞത്. ക്ഷമാദി 6 ഗുണങ്ങൾ. അപ്പം ഇതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് പോരായ്മകൾ ഉണ്ടാവും. അവിടെയാണ് അവനവൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാം കണ്ട മുമുക്ഷുത്വം. ഈ സ്പിരിച്വൽ ലൈഫിൽ നമ്മളെ എന്താ പറയുക, നമുക്ക് ഗൈഡിങ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് മോക്ഷത്വം. മോക്ഷത്തിനുള്ള ആഗ്രഹം എത്രത്തോളം തീവ്രമായ ഒരാളിലുണ്ടാവുമോ അതിനനുസരിച്ച് ബാക്കിയൊക്കെ വന്നോളൂ. മോക്ഷം വേണമെന്ന് ആഗ്രഹമില്ല, അതിങ്ങനെ വഴി പോകുമ്പോൾ കിട്ടിയാലായി, ലോട്ടറി ടിക്കറ്റ് എടുക്കണോ, എല്ലാ വർഷവും എടുക്കും, കിട്ടിയാലായി എന്നുള്ള മാതിരിയാണ്. ഈ ലോകത്തിലുള്ള 100,000 വസ്തുക്കൾ എനിക്ക് വേണം, കൂട്ടത്തിൽ എനിക്ക് ഭഗവാനും കിട്ടണം, മോക്ഷം കിട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഒരു ഫോഴ്സ് ഉണ്ടാവില്ല ഇതിനർത്ഥം. പക്ഷേ എനിക്ക് വേണ്ടത് ഇതാണ്, എന്ത്, ഈ സംസാര ബന്ധനത്തിൽ നിന്ന്, ഈ പരിമിതികളിൽ നിന്ന്, ഈ അപൂർണതാബോധത്തിൽ നിന്ന്, ഈ എന്താ പറയുക ചിന്തയുടെ കാരാഗ്രഹത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം എന്ന അടങ്ങാത്ത തീവ്രമായ മുമുക്ഷുത്വം ഒരാൾക്കുണ്ടെങ്കിൽ ബാക്കിയെല്ലാം എളുപ്പമായി തീരും. മനസ്സിലാ? ആ മുമുക്ഷുത്വത്തെ കുറിച്ച് പിന്നെ പറഞ്ഞു, നമ്മുടെ പരിശ്രമം ആത്മാർത്ഥമായി ഉണ്ടായാൽ ഗുരുവിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാവുമ്പോൾ എളുപ്പമാവും. ഇനി അതിനൊരു ഫുട് നോട്ടാണ് 29-30 ശ്ലോകങ്ങളിൽ ആചാര്യസ്വാമികൾ തരുന്നത്. വൈരാഗ്യം ച മുമുക്ഷുത്വം തീവ്രം യസ്യതു വിദ്യതേ തസ്മിന്നേവാർത്ഥവന്തഃ സ്യുഃ ഫലവന്തഃ ക്ഷമാദയഃ. വൈരാഗ്യം ച മുമുക്ഷുത്വം തീവ്രം യസ്യതു വിദ്യതേ തസ്മിന്നേവാർത്ഥവന്തഃ സ്യുഃ ഫലവന്തഃ ക്ഷമാദയഃ. വൈരാഗ്യം ച മുമുക്ഷുത്വം തീവ്രം യസ്യ തു വിദ്യതേ തസ്മിൻ ഏവ അർത്ഥവന്തഃ സ്യുഃ ഫലവന്തഃ ക്ഷമാദയഃ. വൈരാഗ്യവും മുമുക്ഷുത്വവും യസ്യ ഏതൊരാളിലാണോ തീവ്രം വിദ്യതേ തീവ്രമായിട്ടുള്ളത്, തസ്മിന്നേവ അയാളിൽ മാത്രമാണ് ക്ഷമാദയഃ ഈ ക്ഷമാദി ഗുണങ്ങളൊക്കെയും, ശമദമ തിരിക്ഷ ഉപരതി സമാധാനം ശ്രദ്ധൊക്കെ പറഞ്ഞില്ലേ, ഇതെല്ലാം അർത്ഥവന്തഃ അർത്ഥവത്തായി തീരുന്നുള്ളൂ, മീനിങ് ഫുൾ ആയി തീരുന്നുള്ളൂ, അന്വർത്ഥമായി തീരുന്നുള്ളൂ.
മാത്രമല്ല ഫലവന്ത, ഈ ശമാധി ഗുണങ്ങളൊക്കെ ഫലവത്വമാവുകയുള്ളൂ, ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ. എന്താ ഇതിന്റെ അർത്ഥം? യസ്യു, ഏതൊരാളിലാണോ വൈരാഗ്യം ച മുമുക്ഷുത്വം, ഈ വൈരാഗ്യവും മുമുക്ഷുത്വവും തീവ്രം വിദ്യതേ, തീവ്രമായിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ ഗുണങ്ങളില് 4 ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് വൈരാഗ്യവും മുമുക്ഷുത്വവും എന്നർത്ഥം. ഇത് രണ്ടും തീവ്രമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ശമാധി ഗുണങ്ങളൊക്കെ അന്വർത്ഥമുള്ളൂ. അത് അല്ലെങ്കിൽ അത് ഉണ്ടെന്ന് പറയാ വെറുതെ, മനസ്സിലായില്ലേ? അത് തീവ്രമായിട്ടുള്ളവരിൽ മാത്രമേ അത് ഫലത്തെ തരുള്ളൂ, മോക്ഷം എന്ന ഫലത്തെ തരുള്ളൂ എന്നർത്ഥം. മനസ്സിലായോ? അപ്പൊ തീവ്ര മുമുക്ഷത്വം ഉള്ളവനില് ശമാധികൾ ഫലവത്താവും, ഫലം കിട്ടും, മോക്ഷം എന്ന ഫലം കിട്ടും. അപ്പൊ ശമതമാദികളുടെ ഫലമാണ് തീവ്ര വൈരാഗ്യവും തീവ്ര മുമുക്ഷുത്വവും ചുരുക്കം. അപ്പൊ എന്താണ് സാധ്യം? മോക്ഷാണ് അല്ലേ? അത് സാധിക്കാനുള്ള സാധനം എന്താ? വൈരാഗ്യവും മുമുക്ഷുത്വമാണ്. അത് മന്ദായിട്ടുണ്ടായ പോരാ, മധ്യമമായിട്ടുണ്ടായ പോരാ. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു, മധ്യമ രൂപാവി. മധ്യവും മന്ദവുമാണ് ആ വൈരാഗ്യവും ശമാധികളും. വൈരാഗ്യേണ ശമാധിന പ്രസാദേന ഗുരോസേയം പ്രവൃത്ത സൂയതേ ഫലം. അത് മന്ദമേ ഉള്ളൂ അല്ലെങ്കിൽ മധ്യമായിട്ടേ ഉള്ളൂ എങ്കിലും വൈരാഗ്യത്തെയും ശമാധി ഗുണങ്ങളെയും വീണ്ടും ബോധപൂർവം വളർത്തിക്കൊണ്ടിരിക്കുക. അതോടൊപ്പം ആ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? അത് വളർന്ന് ഫലത്തെ തരും എന്ന് പറഞ്ഞു. അപ്പൊ ഗുരുവിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലക്ക് മാത്രം ഗുരു കൊടുക്കുക, ചിലക്ക് കൊടുക്കാണ്ടിരിക്കല്ല. പിന്നെയോ ഗുരുവിന്റെ അനുഗ്രഹം വാങ്ങാൻ നമ്മൾ അർഹരാവണ്ടേ, യോഗ്യത നേടണ്ടേ? അത് നമ്മുടെ ഹാർഡ് വർക്ക്, ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാവുമ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് സംഭവിക്കും. ഇവിടെ പറയണോ, ആരിലാണോ വൈരാഗ്യവും മുമുക്ഷത്വവും തീവ്രമായിട്ടുള്ളത് അയാൾക്ക് മാത്രമേ ശരിക്കും ഈ ശമാധി ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ശമാധി ഗുണങ്ങളുടെ റിസൾട്ടാണ്, ഫലമാണ് എന്ത്? ഈ തീവ്ര മുമുക്ഷത്വം, വൈരാഗ്യം. ആ വൈരാഗ്യവും തീവ്ര മുമുക്ഷത്വം ഉണ്ടായതിന്റെ ഫലമാണ് മോക്ഷം, സംസാരമോചനം എന്നർത്ഥം. അപ്പൊ ഇതാണ് സാധന. സമാധികൾ സാധന, അതിന്റെ ഫലമാണ് തീവ്ര മുമുക്ഷുത്വവും തീവ്ര വൈരാഗ്യവും. ആ തീവ്ര വൈരാഗ്യവും തീവ്ര മുമുക്ഷുത്വമാണ് സാധന, അതിന്റെ ഫലമാണെന്ത്? മോക്ഷം. അതുകൊണ്ട് കാര്യത്തിൽ നിന്ന് കാരണത്തെ അനുമാനിക്കാം. സമാധികളൊക്കെ മന്ദമാണെങ്കിലോ വൈരാഗ്യവും മോക്ഷമൊക്കെ അങ്ങനെ, മോക്ഷയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ അങ്ങനെ പറയാൻ കാരണം? വളരെ കാലം സാധനങ്ങൾ അനുഷ്ഠിച്ചിട്ടും ഒരാൾക്ക് ശാന്തി ലഭിക്കുന്നില്ല, ആധ്യാത്മികമായ പുരോഗതി കാണുന്നില്ല. ഇങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ. ഈ സാധനയുടെ പേരിൽ അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ പേരിൽ ഈ സമൂഹത്തിൽ ഒത്തിരി ആൾക്കാർ പല വേഷം കെട്ടി നടക്കുന്നുണ്ട്, അറിഞ്ഞിട്ടും അറിയാണ്ടും. പക്ഷേ അവർക്ക് ജീവിതത്തിൽ ഒരു സന്തോഷമോ ഒരു സംതൃപ്തിയോ ഒരു ജീവിത ധന്യതയൊന്നും കാണാനില്ല. അവരെവിടേക്കോ ഇങ്ങനെ ബ്ലോക്കായി കിടക്കുക. എന്താ അതിന്റെ കാരണം? അവര് ശാസ്ത്രത്തെ ഒന്നാമത് പ്രകാരം വേണ്ട പോലെ പഠിക്കണില്ല. ഈ വിവേക ചൂടാമണി എന്ന ഒരൊറ്റ ഗ്രന്ഥം പഠിച്ചാൽ മതി. ഇത്ര മനോഹരമായിട്ട് നമ്മുടെ എന്താ പറയുക മനഃശാസ്ത്രത്തെ, സൈക്കോളജിയെ പഠിപ്പിക്കുക വേറെ ഗ്രന്ഥമില്ല. ഒരുപക്ഷെ ഗീതയേക്കാൾ ഒരുപടി മേലെ തോന്നും. ഇങ്ങനെ നമ്മളുടെ സാധനയെ കുറിച്ചിട്ടും നമ്മുടെ തടസ്സങ്ങളെ കുറിച്ചും അതിനെ അധിവർത്തിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യുന്ന ഒരു ഗ്രന്ഥത്തെ നമുക്ക് വേറെ കാണാൻ സാധിക്കില്ല. അപ്പോ ആന്തരികമായിട്ടുള്ളതായ ഗുണങ്ങള് ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ബാഹ്യമായി കാട്ടിക്കൂട്ടുന്ന ചടങ്ങുകളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കാണ് ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ്. ആന്തര ഗുണങ്ങൾ, സദ്ഗുണങ്ങൾ വളർത്തിയെടുക്കുന്ന കാര്യത്തിലല്ല. അതാണ് ഈ തകരാറ്. ഇവിടെ പറയണത് പ്രധാനമായും തൻ്റെ മനോബുദ്ധികളിലുള്ള എന്താ പറയാ അതിനെ ഒന്ന് പുനഃസംവിധാനം ചെയ്യാം. അതിൻ്റെ ക്രമീകരണമാണ്, മനോബുദ്ധികളുടെ ക്രമീകരണമാണ്, അതിൻ്റെ ഡിസിപ്ലിനാണ്, അതിൻ്റെ അച്ചടക്കമാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് പൊതുവെ പലരും. അപ്പോൾ ഇവിടെ ഈ ശ്ലോകങ്ങളിൽ ആചാര്യസ്വാമികൾ പറയണത് ശമതമാദികൾ വളർന്ന് ഫലവത്തായി തീരണമെങ്കിൽ ആ വൈരാഗ്യവും മോക്ഷേച്ഛയും തീവ്രമായി തീരണം. അപ്പൊ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? പാടം നല്ലോണം ഉഴുത് പാകാക്കിയതിന് ശേഷമല്ലേ നട്ടിട്ട് വിട്ട് അതിന് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ പരിപാലിക്കുന്നത്. അതെ, അപ്പൊ ഇവിടെ നമ്മുടെ ഹൃദയമാകുന്ന ഭൂമിയിലാണ് ഈ ഉഴൽ നടക്കേണ്ടത്, പുറത്തല്ല.
മനസ്സിലാണ് എന്ത് മോക്ഷേച്ഛയാ, തീവ്ര മോക്ഷേച്ഛയാവുന്ന കലപ്പോട്ട് വീഴണം. ആ എന്നിട്ടോ ആ വൈരാഗ്യമാകുന്ന വെള്ളമൊഴിച്ച് നനച്ചാൽ ആ ചെടി പൂത്ത് നല്ല വിളവ് തരും, കായ തരും. ഇതാണ് ഈ ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ പറയുന്നത്. അതിന് തന്നെ ഈ രണ്ട് ശ്ലോകങ്ങളും ആ മുമുക്ഷുത്വത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിന്റെ ഫുട് നോട്ടാണ്. ഏതയോ